ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രാഫ്റ്റേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു A3 ഷീറ്റിൽ നമ്മൾ ഈ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എടുക്കാൻ പോവല്ലോ. അപ്പോൾ ഓരോ സൈസ് ഫ്രെയിമും എങ്ങനെയൊക്കെയാണ് എത്രണ്ണം വെച്ചാണ് ഒരു A3 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കേണ്ടതെന്നാണ് കേട്ടോ. അതിനായിട്ട് ക്യാൻവ എന്നൊരു ആപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ A3 ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ A3 ഷീറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ 3 എണ്ണം വെച്ചാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴത്തോട്ട് 3 എണ്ണം, സൈഡിലോട്ട് 4 എണ്ണമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ A3 ഷീറ്റിൽ നമ്മുടെ ഈ 4x4 ഫ്രെയിം 12 എണ്ണമാണ് കേട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റുക. അപ്പോൾ 12 ഫ്രെയിമിനുള്ള ഫോട്ടോസ് നമുക്കൊരു A3 ഷീറ്റിൽ നിന്ന് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കാണിച്ചതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് A5 ഫ്രെയിമിലാണ് കേട്ടോ. നമ്മൾ A5 ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു A4 ഫ്രെയിമില്ലേ അതിൻ്റെ തൊട്ട് ഹാഫ് പോർഷനാണ് കേട്ടോ വരുന്നത്. അത് നമ്മൾ ക്യാൻവയിൽ തന്നെ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എടുത്തു. എന്നിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമ്മൾ A4ൻ്റെ പകുതിയാണല്ലോ A5 വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു A3 എന്ന് പറഞ്ഞാൽ A4ൻ്റെ ഡബിൾ സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ 4 ഫ്രെയിമാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു A3 ഷീറ്റിൽ A5 ഫ്രെയിം നമുക്ക് 4 ഫ്രെയിംസിന് വേണ്ടിയുള്ള പിക്സ് നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ A4 സൈസിലുള്ള ഷീറ്റിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് A5 ഫ്രെയിം 2 എണ്ണമാണ് കേട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് A4 ഫ്രെയിമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ A3യുടെ ഹാഫ് പോർഷനാണ് കേട്ടോ A4 വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു എലമെൻറ്റ്സ് പോയിട്ട് ഈ ഒരു ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതിൽ 2 എണ്ണം കേട്ടോ സെറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് A3 ഷീറ്റിൽ A4 ഫ്രെയിം നമുക്ക് 2 എണ്ണം കേട്ടോ സെറ്റാക്കാൻ പറ്റുന്നത്. നമുക്ക് എന്നിട്ട് പിക്ചർ നോർമലി ക്യാമറ റോളിൽ പോയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രെയിമിന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതിയേ. ഇപ്പോൾ നമ്മളോട് ചോദിച്ചായിരുന്ന കമൻറ്റിൽ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം കേട്ടോ. ബൈ.